എല്ലാവർക്കും നമസ്കാരം. ഫുഡ് ആൻഡ് ക്രാഫ്റ്റിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് കുറച്ച് വെറൈറ്റി ആയിട്ടുള്ള എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന നല്ലൊരു ഐഡിയ ആയിട്ടാണ്. അപ്പോൾ ഇന്നത്തെ ഐഡിയ എല്ലാവരും കണ്ടു നോക്കണം കേട്ടോ. എന്നിട്ട് അഭിപ്രായം പറയണം. നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും. അപ്പോൾ ഇതിന് ഞാൻ ഒരു സ്റ്റീലിൻ്റെ പ്ലേറ്റ്, പിന്നെ കുറച്ച് കല്ല്, കാർഡ്ബോർഡിൻ്റെ പീസ് ഇതൊക്കെയാണ് എടുക്കുന്നത്. സ്റ്റീലിൻ്റെ പ്ലേറ്റ് കേടാവുന്നില്ല, അതുകൊണ്ട് പുതിയതായാലും പഴയതായാലും ഒക്കെ എടുക്കാം. അപ്പോൾ വീഡിയോ കണ്ടിട്ട് അഭിപ്രായം പറയാൻ മറക്കരുത്. പിന്നെ ഇന്നലെ ഞാൻ തുണി വെച്ചിട്ടുള്ള മാസ്ക് ഇല്ലേ, നമ്മൾ ഉപയോഗിച്ചിട്ട് കേടായിട്ട് കളയുന്ന മാസ്ക് വെച്ചിട്ട് നല്ലൊരു ഐഡിയ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. കാണാത്തവർ കണ്ടു നോക്കുക, അഭിപ്രായങ്ങളൊക്കെ പറയുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ കാണാം. ഇതിനു വേണ്ടിയിട്ട് ആദ്യം നമ്മുടെ സ്റ്റീൽ പ്ലേറ്റ് എടുത്തിട്ടൊന്ന് കമത്തി വയ്ക്കുക. എന്നിട്ട് ഗ്ലൂ ഗൺ വെച്ചിട്ട് ഞാൻ വരയ്ക്കുന്ന പോലെ ഒന്ന് വരച്ചു കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇങ്ങനെ വളച്ച് ഇങ്ങനെ കൊടുക്കുക കേട്ടോ. അപ്പോൾ എന്തിനാണെന്ന് നമുക്ക് വഴിയേ കാണാം. ഇത് നമുക്ക് ഇങ്ങനെ ഒന്ന് ഉണങ്ങാനായിട്ട് വെക്കണം. അപ്പോൾ ഇതുപോലത്തെ 2 എണ്ണം ഞാൻ ആക്കി വെക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് ബാക്കി കാര്യങ്ങളിലേക്ക് കടക്കാം കേട്ടോ. ഇതിനി ഉണങ്ങട്ടെ. ഇനി നമുക്ക് അത്യാവശ്യം നല്ല കട്ടിയുള്ളൊരു കാർഡ്ബോർഡിൻ്റെ പീസ് വേണം. അതിനുശേഷം ഞാൻ അതിനൊന്ന് കട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാൻ കട്ട് ചെയ്യുന്ന ആ ഒരു ഷേപ്പ് നോക്കിയിട്ട് ആ രീതിയിൽ ഒന്ന് നിങ്ങൾക്ക് ഇഷ്ടമുള്ള വലുപ്പത്തിൽ കട്ട് ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ ഈ ഒരു ഷേപ്പിലാണ് കേട്ടോ ഞാൻ കട്ട് ചെയ്തെടുത്തത്. ഇനി നമുക്കിതിനെ ബ്ലൂ കളർ പേപ്പർ വെച്ചൊന്ന് കവർ ചെയ്യണം. അപ്പോൾ ബ്ലൂ കളർ പേപ്പർ ഇല്ലെങ്കിൽ ബ്ലൂ കളർ പെയിൻറ്റ് ചെയ്ത് കൊടുത്താലും മതി. ഞാനിപ്പോൾ എന്തായാലും ഇതൊന്ന് കവർ ചെയ്യട്ടെ. അതിനു മുമ്പ് ആദ്യം കുറച്ച് ഗമ്മ് തേച്ചിട്ട് ഈ പേപ്പർ ഇതിലൊന്ന് ഒട്ടിക്കണം. ഞാനപ്പോൾ ഫെവിക്കോൾ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ പേപ്പർ എടുത്തിട്ട് ഇതിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കാം. എന്നിട്ട് നമുക്ക് കുറച്ച് അരിക് ഭാഗം മാത്രം അവിടെ നിർത്തിയിട്ട് ബാക്കിയൊക്കെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റാം. അപ്പോൾ ചെറിയൊരു അളവിൽ ഇങ്ങനെ സൈഡ് നിർത്തിയിട്ട് ബാക്കിയൊക്കെ കട്ട് ചെയ്ത് കളഞ്ഞു. ഇനി ചെറിയ വെട്ടുകൾ ഇങ്ങനെ ഇട്ട് കൊടുക്കുക. എന്നിട്ട് ആ വെട്ടിയിട്ടുള്ള ഭാഗം ഇങ്ങനെ മടക്കി ഒട്ടിക്കുക കേട്ടോ. അപ്പോൾ കറക്റ്റായിട്ട് നമുക്കിതിനെ കവർ ചെയ്യാൻ പറ്റും. അതിന് വേണ്ടിയിട്ട് ഇങ്ങനെ വെട്ടിട്ട് കൊടുത്ത് വളഞ്ഞിട്ടൊക്കെ ആകുമ്പോൾ വെട്ടില്ലെങ്കിൽ ശരിക്കും മടക്കാൻ പറ്റില്ല നമുക്ക്. അപ്പോൾ ഞാനത് ചുറ്റിനും ഒട്ടിച്ചു കൊടുത്തു. അപ്പോൾ ഇങ്ങനെയാണ് കിട്ടിയത് കേട്ടോ. ഇനി നമ്മുടെ കല്ലുകൾ എടുക്കാം. എന്നിട്ട് കല്ലുകൾ നമുക്കിതിൻ്റെ ചുറ്റിനും ഒട്ടിച്ചു കൊടുക്കണം. അപ്പോൾ ഗ്ലൂ ഗൺ തന്നെ വേണം കേട്ടോ ഒട്ടിക്കാൻ, എന്നാലേ കറക്റ്റ് നിൽക്കുള്ളൂ. അല്ലെങ്കിൽ പിന്നെ ഫെവി ബോണ്ട് വേണ്ടി വരും. ഫെവിക്കോൾ കൊണ്ട് പറ്റില്ല. അപ്പോൾ എന്തായാലും നമുക്ക് ഇത് ചുറ്റിനൊന്ന് ഒട്ടിക്കാം. അപ്പോൾ ഒരു സൈഡ് ഇങ്ങനെ ഉയർത്തിയിട്ട് ഞാൻ വെച്ചിട്ടുണ്ട്. പിന്നെ മറ്റേ സൈഡൊക്കെ ഒന്ന് കുറച്ച് താഴ്ത്തിയിട്ടാണ് ഒട്ടിച്ചിട്ടുള്ളത് കേട്ടോ കല്ലുകൾ. പിന്നെ താഴെ കുറച്ചിങ്ങനെ ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കുക. താഴെ ഭാഗത്ത് ആ നീല കളറുള്ള പേപ്പറില്ലേ അവിടെ കേട്ടോ, എല്ലായിടത്തും ആക്കണം. ഇനി നമുക്ക് ആ ഒരു പ്ലേറ്റിൻ്റെ ബാക്കിൽ ചെയ്തിട്ടുള്ള സംഭവമില്ലേ അതിങ്ങനെ അടർത്തിയെടുക്കണം കേട്ടോ. അപ്പോഴേക്കും അത് ഉണങ്ങിയിട്ടുണ്ട്. ഉണങ്ങിയിട്ട് മാത്രമേ എടുക്കാൻ പാടുള്ളൂ, അല്ലെങ്കിൽ അതൊക്കെ പൊട്ടിപ്പോവും. അപ്പോൾ നമുക്കൊന്ന് എടുക്കാം. അപ്പോൾ ഇതിങ്ങനെ അടർത്തിയെടുത്തിട്ട് നമ്മൾ ഒരു ഭാഗം പൊക്കിയിട്ട് കല്ല് വെച്ചിട്ടില്ലേ അതിൻ്റെ മുകളിലായിട്ട് ഗ്ലൂ ഗൺ അപ്ലൈ ചെയ്തിട്ട് തന്നെ ഒന്നിങ്ങനെ ഒട്ടിച്ചു കൊടുക്കുക. അപ്പോൾ ഞാനത് 2 ലെയർ ഒട്ടിച്ചു കൊടുത്തു കേട്ടോ. അതുപോലെ പ്ലേറ്റിൽ ചെയ്തത് അത് ഒരെണ്ണം ഒട്ടിക്കുമ്പോൾ അത്രയ്ക്ക് അങ്ങോട്ട് ഒരു വാട്ടറിൻ്റെ എഫക്റ്റ് കിട്ടുന്നില്ല. അതുകൊണ്ടാണ് ഇങ്ങനെ 2 ലെയർ എടുത്തത്. അപ്പോൾ ദേ ഇതുപോലെ ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കുക. അപ്പോൾ ഇതൊക്കെ ഒട്ടിച്ച് കഴിയുമ്പോൾ ഒരു വെള്ളത്തിൻ്റെ എഫക്റ്റൊക്കെ വന്നിട്ടില്ലേ. ഇനി നമുക്ക് ഈ ഒരു വാട്ടർഫോളിൻ്റെ സൈഡിലായിട്ട് കുറച്ചിങ്ങനെ പുല്ല് പോലെയൊക്കെ ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ ഞാനത് ഇങ്ങനെ ആർട്ടിഫിഷ്യലായിട്ട് എൻ്റെ കയ്യിലുള്ള സംഭവങ്ങളൊക്കെയാണ് ഒട്ടിച്ചു കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ എന്തെങ്കിലുമൊക്കെ പണ്ടത്തെ കാണൂലേ അതെല്ലാം എടുത്തിട്ടൊന്ന് ഒട്ടിച്ച് ഡെക്കറേറ്റ് ചെയ്യുക. അപ്പോൾ ഒരു വെള്ളം ഒഴുകി വീഴുന്ന ഒരു ഫീലൊക്കെ കിട്ടിയോ എന്തോ. അപ്പോൾ എന്തായാലും ഞാൻ വെള്ളം കുടിക്കാനായിട്ട് എന്ന പോലെ 2 കിളികളെയൊക്കെ സൈഡിൽ വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതും കൂടെ ആകിയാൽ നമ്മുടെ ഈ വർക്ക് കംപ്ലീറ്റ് ആവും. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വെറൈറ്റി ആയിട്ടുള്ള ഐഡിയ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായില്ലേ? ഇഷ്ടമായെങ്കിൽ താഴെ പറ കേട്ടോ. എനിക്കറിയാമല്ലോ നിങ്ങളുടെ ഒരു ടേസ്റ്റ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായാൽ എന്നും പറയുന്ന പോലെ പറയാണ്, ഇതിനൊരു ലൈക്ക് തരണേ. ഇത് നിങ്ങളുടെ ഫ്രണ്ട്സും റിലേറ്റീവ്സും ഒക്കെ ആയിട്ടൊന്ന് ഷെയർ ചെയ്യുക.
അതുപോലെ പുതുതായിട്ട് ആരെങ്കിലും നമ്മുടെ ചാനൽ ഇപ്പോൾ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കിതിലെ ഐഡിയാസൊക്കെ ഇഷ്ടമാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് നമ്മുടെ ഫാമിലിയിൽ ജോയിൻ ചെയ്യുക കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യാനും ഓൾ എന്നുള്ളൊരു ഓപ്ഷൻ എനേബിൾ ആക്കാനും മറക്കരുത്. എന്നാലേ കറക്റ്റായിട്ട് നോട്ടിഫിക്കേഷൻസ് ഒക്കെ കിട്ടുള്ളൂ. പിന്നെ പ്രാർത്ഥനാസ് വേൾഡും സമയം കിട്ടുമ്പോൾ കണ്ടു നോക്കുക കേട്ടോ. പിന്നെ ലോജിക് മാജിക് വിത്ത് പ്രാർത്ഥനയിൽ എന്താണ് വീഡിയോസ് ഇല്ലാത്തത് എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ മോൾക്ക് പഠിക്കുന്ന തിരക്കൊക്കെ ആയ കാരണമാണ് വീഡിയോ ഇടാത്തത്. പിന്നെ അതിലേക്ക് കൂടുതൽ ഇൻട്രസ്റ്റ് ആയ പിന്നെ പഠിപ്പിൽ താല്പര്യം കുറഞ്ഞാലോ എന്ന് വിചാരിച്ചിട്ട് ഞങ്ങളിപ്പോൾ അധികം നിർബന്ധിക്കാറുമില്ല. അപ്പോൾ അതുകൊണ്ടൊക്കെയാണ് കേട്ടോ, അവൾക്ക് തോന്നുമ്പോഴേ ഇടുള്ളൂ അതിൽ. അപ്പോൾ അത് നിങ്ങൾ മനസ്സിലാക്കണേ. ഇനിയപ്പോൾ മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് നാളെ കാണാം. എല്ലാവർക്കും നന്ദി. താങ്ക്